ഇറാനും അമേരിക്കയും തമ്മിലുള്ള മധ്യസ്ഥതയിൽ തങ്ങൾ പങ്കാളികളല്ലെന്ന് ഖത്തർ പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവും വിദേശകാര്യ മന്ത്രാലയം വക്താവുമായ ഡോക്ടർ മാജിദ് ബിൻ മുഹമ്മദ് അൽ അൻസാരി. രാജ്യത്തെ സംരക്ഷിക്കുന്നതിലാണ് ഖത്തർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇറാനുമായുള്ള ഖത്തറിന്റെ ഏകബന്ധം പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ ബിൻ ജാസിം അൽ താനിയും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും തമ്മിൽ മാത്രമാണെന്ന് ഡോക്ടർ മാജിദ് അൽ അൻസാരി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇപ്പോൾ ഞങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായും രാജ്യത്തെ സംരക്ഷിക്കുന്നതിലും ഖത്തർ നേരിട്ട വിവിധ ആക്രമണങ്ങളുടെ പ്രത്യാഘാതങ്ങൾ നേരിടുന്നതിലുമാണ്. എന്നാൽ മറ്റു രാജ്യങ്ങളുമായി പ്രാദേശികവും അന്തർദേശീയവുമായ ബന്ധം തുടരുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമീപകാലത്ത് പലതരത്തിലുള്ള യോഗങ്ങൾ നടന്നിട്ടുണ്ടെന്നും അന്താരാഷ്ട്ര സംഘടനകളും സ്ഥാപനങ്ങളുമായി ചേർന്ന് ഒരു പ്രമേയം രൂപപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഖത്തറിലെയും മേഖലയിലെയും ഊർജ്ജ സൗകര്യങ്ങൾ ലക്ഷ്യമാക്കിയുള്ള എല്ലാ ആക്രമണങ്ങളെയും അൽ അൻസാരി അപലപിച്ചു. സാധാരണക്കാർക്ക് അവശ്യ സേവനങ്ങൾ നൽകുന്നതിന് ഊർജ്ജ സൗകര്യങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ഏത് ഭീഷണിയിൽ നിന്നും അവയെ സംരക്ഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇറാൻ ഒരു അയൽരാജ്യമാണെന്നും ഭൂമിശാസ്ത്രപരമായി ഈ മേഖലയിലെ സജീവ സാന്നിധ്യമാണെന്നും അതുകൊണ്ട് തന്നെ ഇറാനുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വഴികൾ കണ്ടെത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതേസമയം ഖത്തറിനെതിരെ തെഹ്റാനിൽ നിന്നും ആക്രമണവും ഭീഷണികളും ഉണ്ടാകുന്നത് അയൽപക്കത്തിന്റെയും സാഹോദര്യത്തിന്റെയും തത്വങ്ങൾക്ക് വിരുദ്ധമാണ്. ഗൾഫിലെ പ്രാദേശിക സുരക്ഷാ സംവിധാനം നിലവിലെ യുദ്ധത്തോടെ തകർന്നതായും അദ്ദേഹം പറഞ്ഞു. നയതന്ത്ര ചർച്ചകളിലൂടെ മാത്രമേ സംഘർഷം അവസാനിപ്പിക്കാൻ കഴിയൂ എന്നും വിഷയം എത്രയും വേഗം ചർച്ചാമേശയിലെത്തുന്നുവോ അത്രയും നല്ലതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിലെ സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങൾ തങ്ങളുടെ സംയുക്ത പ്രാദേശിക സുരക്ഷാ സംവിധാനം പുനഃപരിശോധിക്കണമെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വക്താവ് ആവശ്യപ്പെട്ടു. അൻവർ പാലേരി, 24 ദോഹ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.